നികുതി ചുമത്തുന്നത് സർക്കാർ. മണ്ണാർക്കാട് നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് UDF ഭരണസമിതി. ഇടത് കൗൺസിലർമാർ വീടു കയറി തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നും UDF ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇല്ലാത്ത കാര്യങ്ങൾ മണ്ണാർക്കാട് നഗരസഭയാണ് ഈ നികുതി അടിച്ചേൽപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള കുപ്രചരണങ്ങൾ വീടുകൾ കയറി പറയുമ്പോൾ അതിനെ എതിരെ പ്രതിരോധിക്കേണ്ടതും നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കേണ്ടതും ഞങ്ങളുടെ കടമയാണ്. ഈ നികുതി ചുമത്താൽ അധികാരം ഒരിക്കലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുമില്ല. സർക്കാർ നിശ്ചയിച്ചു തരുന്ന താരിഫിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ടാക്സ് നിർണ്ണയിക്കുന്നത്. അത് ഒഴിവാക്കാൻ അധികാരം സർക്കാരിനാണ്. ഈ യാഥാർത്ഥ്യം ജനങ്ങൾ അറിയണം. 2016 ടാക്സ് പരിഷ്കരണം നടപ്പാക്കിയ ഭരണസമിതി അന്തിമ വിജ്ഞാപനം ഇറക്കിയിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആ ടാക്സ് പിരിച്ചെടുക്കാതെ അത് പെൻഡിങ് വെച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2020 അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ സർക്കാർ പറഞ്ഞ ഒരു 5% വർധനവല്ലാതെ ഒരു നികുതി പരിഷ്കരണവും നടപ്പാക്കിയിട്ടില്ല. നികുതി പരിഷ്കരണം നടപ്പിലാക്കാതെ 5 വർഷത്തെ നികുതി കുടിശ്ശിക ഭാരം ജനങ്ങളുടെ തലയ്ക്കാക്കിയത് മുൻ ഭരണസമിതിയാണ്. നികുതി ചുമത്താനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ലെന്നിരിക്കെ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടത് കൗൺസിലർമാർ വീടുകൾ കയറി തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും UDF ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. 5 വർഷത്തെ നികുതി ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചെങ്കിലും ഇതിന് സർക്കാർ അനുമതി നൽകിയില്ല. മന്ത്രിയെ കണ്ടിട്ടും പരിഹാരമായില്ല. സർക്കാർ അനുമതി നൽകിയാൽ പിരിച്ചെടുത്തവരുടെ തുക വരും വർഷത്തേക്ക് മാറ്റുമെന്നും ചെയർമാൻ പറഞ്ഞു. കെ-സ്മാർട്ട് പൂർണ്ണ പരാജയമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷ അവസാനത്തിൽ 1 കോടിയോളം രൂപയുടെ ബില്ലുകൾ തടഞ്ഞുവെച്ച് നഗരസഭയിൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും ചെയർമാൻ പറഞ്ഞു. നിങ്ങൾക്ക് വികസനം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം പിരിച്ചെടുത്തോളൂ, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുമെന്ന് പറയുകയും 21% നഗരസഭയുടെ പ്ലാൻ ഫണ്ട് കട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് മന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഗുണം. വീണ്ടും മന്ത്രി രാജേഷിനെ കണ്ടുകൊണ്ട് ഈ നികുതി കുടിശ്ശിക ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കണമെന്നും ഇനി അതും ചെയ്തില്ലെങ്കിൽ ഒരു 10 ഗഡുക്കളെങ്കിലും ആക്കിക്കൊണ്ട് ഈ പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ട് ഒരു 10 മാസം ഇത് പിരിച്ചെടുക്കാനുള്ള ഒരു കാലാവധിയെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും ആളുകളെ പോകുന്നുണ്ട്. കോടതി ഉത്തരവ് വന്നിട്ട് പോലും എഡിറ്റ് ചെയ്ത് 3 വർഷത്തെ ഉത്തരവ് കിട്ടിയ ആളുകളുണ്ട്, 1 വർഷം കിട്ടിയ ആളുകളുണ്ട്. അത് വാങ്ങാൻ പോലും നിർവാഹമില്ല. ഇത് എത്രയോ തവണ കെ-സ്മാർട്ടിൻ്റെ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്നുള്ളതല്ലാതെ ഒരു മറുപടി കൃത്യമായിട്ട് തരുന്നില്ല. സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് കെ-സ്മാർട്ട്. അതിൽ 67,10,000 രൂപ പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമായിരുന്നു. ആ ഫണ്ട് ആളുകൾക്ക് കൊടുക്കാതെ ആ ബില്ലുകൾ നഗരസഭയ്ക്ക് മടക്കി നൽകുകയാണ് ചെയ്തത്. പ്ലാൻ ഫണ്ട് ഉണ്ട്, ടാറിങ്ങിൻ്റെ ഒക്കെ ഫണ്ട് ഉണ്ട്. 1,20,00,000 രൂപ ഉണ്ട്. UDF കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.